ഇപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യം കേക്കിന്റെ കാര്യം പൊന്നിന്റെ മുറുക്കി കേക്ക് തരുമ്പോൾ ഒപ്പം അവർ ആ കേക്കിന് എനിക്ക് തന്നോളൂ. ഞങ്ങളായിട്ട് അവരോട് ചോദിച്ചിട്ടില്ല. എന്നെ കൊല്ലും തട്ടും കൂടോത്രം ചെയ്യും. എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവ അവന്റെ വീട്ടുകാർക്ക് കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. നമസ്കാരം. ഉപ്പുമുളകും ലൈറ്റിലേക്ക് വരുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വാസമുള്ളത്? എന്റെ വീട്ടിൽ ഒരു നാറ് വരെ വെച്ചിട്ടുണ്ട്. ഒന്നിലധികം നാറുകൾ ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഈ കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. എന്നാൽ റീസെന്റ് ഈ പറയുന്ന ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ ആ പൊന്നൂസും ആ ഭർത്താവും കൂടി വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാണ് ഈ കൂടോത്രവുമായി റിലേറ്റ് ചെയ്തിട്ട്. അതായത് നന്ദനക്കുട്ടിയുടെ ഹസ്ബൻഡ് കൂടോത്രത്തിന്റെ ഒരു സെറ്റപ്പാണ്, ഒരാളാണ് എന്നുള്ള രീതിയിൽ ഒരു സാധനം ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ കൂടോത്രം വയ്ക്കും, കൂടോത്രം ചെയ്യും, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല കൂടോത്രം വെച്ചളയും എന്നുള്ളൊരു ഭീഷണി സ്വരം സാധനമാണ് പൊന്നൂസ് വന്നിട്ട് പൊന്നൂസിന്റെ വീഡിയോയിൽ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എന്റെ വീട്ടിൽ തന്നെ രണ്ട് പരനാറികൾ കൂടോത്രം എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് നിയമപരമായിട്ട് ഇതിനെതിരെ കേസ് കൊടുക്കാനോ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനോ സാധിക്കത്തില്ല. കാരണം അവർ വച്ചതിന് തെളിവൊന്നുമില്ല. പക്ഷെ ഇത് വന്ന് കണ്ടെടുക്കുന്ന ആൾക്കാരെ പറഞ്ഞു തരും ഇന്ന ആൾക്കാരാണ് ഇത് വച്ചതെന്ന്. അതുകൊണ്ട് ഇത് ആരാണ് വെച്ചത്, എന്താണ് വെച്ചതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് എന്റെ പേഴ്സണൽ അനുഭവത്തിൽ ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനം എന്റെ വീട്ടിലും 1-2 നാറികൾ വച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിനെ പറ്റിയിട്ട്. അന്ന് ആ സാധനം എടുത്ത് അതിനെ പൊളിച്ചു തുറന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ തകിടും കാര്യങ്ങളും ബുക്കും പേപ്പറും മുടിയും ജീപ്പും എന്തൊക്കെയൊക്കെ എടുത്ത് വെച്ചിരുന്നിട്ട് ഉരുട്ടി പറക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ നാറുകൾ, കോയിൻ അടക്കം, പൈസ അടക്കം. അതുകൊണ്ട് ഈ സാധനത്തിനെ വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം കൂടോത്രം എന്ന് പറയുന്ന സാധനം. ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ വിശ്വാസം കാര്യങ്ങളൊന്നുമില്ല, എനിക്കും വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എങ്കിലും ഈ സാധനം എൻ്റെ വീട്ടിൽ വച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് കണ്ടെടുത്ത ആള് ഇന്ന ആളാണ് വെച്ചതെന്നും കൂടി പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടപ്പോ അങ്ങനെയൊക്കെ എങ്ങനെ ഇന്ന ആളാണ് വെച്ചതെന്ന് അറിയാം എന്നുള്ളൊരു തോട്ട് എനിക്ക് വരികയും ചെറിയ വിശ്വാസമൊക്കെ നമുക്ക് പെട്ടെന്ന് ഉത്ഭവിക്കും. ഒന്ന് അവർ തോണ്ടി എടുത്തതിന് ശേഷം നമുക്ക് തോന്നും അവന്മാരെ ചിലപ്പോൾ കൊണ്ടിട്ടിട്ട് എടുത്തതായിരിക്കും എന്നുള്ളൊരു തോട്ട് വരും. പക്ഷെ ഇത് ആരാ വച്ചതെന്നും കൂടി പറയുമ്പോൾ എന്നുള്ള സാധനം നമുക്ക് വരത്തില്ല. ആ ഒരു സാധനം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടോത്രത്തിൽ വിശ്വാസം കാര്യങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. നമുക്ക് പൊന്നൂസിന്റെ ഭർത്താവും കൂടി ഈ കൂടോത്രവുമായി റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊന്നൂസിന്റെ സഹോദരിയുടെ ഭർത്താവ് ഈ കൂടോത്ര സെറ്റപ്പാണ്, അതുകൊണ്ടാണ് ഈ ഫാമിലിയെ എതിർത്തതെന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും വരുന്നുണ്ട്. അതുപോലെ ഇവരുമായിട്ട് പേഴ്സണലൊക്കെ സംസാരിച്ചവരിൽ നിന്നും എനിക്ക് സാധിച്ചതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇവർ കൂടോത്രത്തിന്റെ ആളാണ്, ഇവർ ആ പയ്യൻ ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന പേഴ്സണൽ കാര്യങ്ങളാണ്, നിങ്ങൾ വളരെ പേഴ്സണലായിട്ട് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അത് നിങ്ങളിങ്ങനെ പബ്ലിക്കിന്റെ ഇടയിൽ പബ്ലിക്കിന് കേൾക്കാനും ചിരിക്കാനും ഉള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നാറുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയാണ്. ആ ഒരു കാലത്ത് നിങ്ങളെല്ലാം കൂടി തോളി കൈയിട്ട് ചിരിച്ചോണ്ട് നിന്നാൽ കൂടി നാട്ടുകാർ പറയും അവന്മാർ മറ്റേ കേസല്ലേ, അന്നത്തെ മറ്റേ ചീള് കേസ്, നാട്ടുകാരെ പോലെ കാഞ്ഞി കേസുകളെന്ന് പറയും. അത് പറയാൻ ഇടയുണ്ടാക്കുന്നത് വേറെ ആരുമില്ല, നിങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പെരുമാറിയില്ലെങ്കിൽ ചുമ്മാ മാറ്റക്കേസിന്റെ എക്സ്ട്രീം ലെവലിൽ പീക്ക് ലെവലിലോട്ട് പോകും. എന്തായാലും നമുക്ക് പൊന്നൂസിൽ നിന്നും തുടങ്ങാം. കൂടോത്രത്തിനെ കുറിച്ച് എനിക്ക് 10 പറയാനുണ്ട്. അതുകൊണ്ട് തെളിവുകളുമായിട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്. എന്റെ നല്ല തെളിവുണ്ട്. ബ്ലോക്ക് ചെയ്യാൻ കാരണം ഞാനിന്ന് എന്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും തട്ടും കൂടോത്രം ചെയ്യും. എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അവ അവന്റെ വീട്ടുകാർക്ക് കൂടോത്രം ചെയ്യണ വ്യക്തിയാണ്. എന്തൊരു 1000 കൂടോത്രം ഉണ്ടായാലും 500 ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്തുണ്ടാവും, ഗുളികൻ എന്തുണ്ടാവും. പിന്നെ അവനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ അവരോട് ഈ ഗുളികൻ പെരുമാറുന്നൊക്കെ ഇവളെന്നെയാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ്. ഈ 2025 അന്ധവിശ്വാസങ്ങളാൽ നമ്മളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ആലോചിക്കും ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ, ഈ കൂടോത്രമൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്നുള്ളൊരു തോട്ട് നമുക്ക് എല്ലാവർക്കും വരും. എനിക്കും ആ തോട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ട് ഇതിലൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് ഒരു കൂടോത്രം ഒരു വ്യക്തി എടുക്കുന്ന സമയത്ത് ഇന്ന ആളാണത് വച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു സാധനം തോന്നത്തില്ലേ, ഒരു വിശ്വാസം തോന്നത്തില്ലേ, ഇന്ന ആളാണ് കൂടോത്രം വെച്ചത്. അതായത് ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ വന്നിട്ട് ഇന്ന സ്ഥലത്ത് നിന്നാണ് ഈ സാധനം വന്നിട്ടുള്ളത്, ഇന്ന വ്യക്തിയാണ് ഇത് വെച്ചത്, അതും ഇന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഈ സാധനം വെച്ചതെന്ന് പറയുമ്പോൾ നമുക്കൊരു സാധനം തോന്നത്തില്ലേ. ഏത് അപ്പൊ ഇവർ പറയുന്നതിൽ എന്തോ കറക്റ്റ് ഇല്ലേ, സത്യമില്ലേ എന്നുള്ള സാധനം തോന്നും. അങ്ങനെ ഈ കൂടോത്രം വയ്ക്കുന്നവരെ നമ്മളൊന്ന് നിരീക്ഷിച്ചപ്പോൾ അവസാനം അവരത് വച്ചെന്നുള്ള കാര്യം നമുക്ക് പല സാഹചര്യങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്, എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. നമുക്ക് അറിയത്തില്ല ഇതിന്റെ വാസ്തവം എന്താണ്, ഇതിൽ എന്തെങ്കിലും കൂടുതൽ സത്യാവസ്ഥ ഉണ്ടോ എന്ന്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിച്ച് ഒരു അന്ധമായ വിശ്വാസമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കും ചോദിക്കാനുള്ള. സീരിയസ്ലി ഇതൊക്കെ ഒരു ഓവർ വിശ്വാസമല്ലേ? പക്ഷെ
നമുക്ക് ചില കാര്യങ്ങളും ചില സാഹചര്യങ്ങളും അനുഭവങ്ങളും നമുക്ക് പല പാഠങ്ങളും തരാറുണ്ട്. അങ്ങനത്തെ ഒരു പാഠമാണ് എനിക്ക് കൂടോത്രത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഈ കൂടോത്രം വയ്ക്കുന്നവന്മാർക്ക് ഒരു നിയമ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടയ്ക്കൊരു മന്ത്രിയുടെ വീട്ടിലെങ്ങാണ്ട് കുറെ കൂടോത്ര സാധനങ്ങളൊക്കെ തോണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, ഏതോ പൂജാരിയൊക്കെ വന്നിട്ട്. അന്നും ഒരു നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കൂടോത്രം വയ്ക്കണവന്മാർക്കെതിരെ. പക്ഷെ അങ്ങനെ കൂടോത്രം വയ്ക്കുന്നവന്മാർക്കെതിരെ ഇവിടെ ശക്തമായ രീതിയിലൊന്നും ഇല്ല, നിയമമൊന്നും ഇല്ല. അതാണ് വേറൊരു വാസ്തവമായ കാര്യം. അതുപോലെ തന്നെ ഈ കൂടോത്രം വയ്ക്കുന്നവന്മാരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ വയ്ക്കുന്ന സ്ഥലം മുടിഞ്ഞു പോകണം എന്നുള്ള രീതിയിലാണ് ഇവന്മാർ വയ്ക്കുന്നത്. കാരണം ഇനി ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ള ആൾക്കാരും ഉണ്ടാവരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇവന്മാർ ഓരോ കൂടോത്രം വെച്ച് ഓരോ കുടുംബങ്ങളെ തുലയ്ക്കുന്നത്. നേരിട്ട് മുട്ടാൻ ധൈര്യമില്ലാത്ത, ചങ്കുറപ്പില്ലാത്ത, ഡാഡിക്ക് പിറക്കാത്ത നാറുകളാണ് ഈ കൂടോത്ര പരിപാടി ചെയ്യുന്നത്. ഇതിനേക്കാൾ ആന്തസുണ്ടെങ്കിൽ ആടി തീർക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ല കൂടോത്രം മാർച്ചെടുത്ത് ഇടയിൽ കൂടി വച്ചും കൊണ്ടുള്ള നാറിയ പരിപാടി കാണിക്കാതിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആടിച്ചങ്ങ് തീർക്കണം, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കണം. അല്ലാണ്ട് മറ്റവനെ അടിയിൽ കൂടി കിടുതാപ്പ് വെച്ചിട്ട് നശിപ്പിക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുക. അതാണ് ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനം കൊണ്ട് ഓരോ നാറികൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ബാക്കി നമുക്ക് ഈ ടൈമുണ്ട് ഇവരിങ്ങനെ കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാണിച്ചല്ല, ഞാൻ പറഞ്ഞില്ല ഞങ്ങള് എന്തെങ്കിലും ഇത് ഇടപെടാതെ ഇരുന്ന കാര്യമാണ്. പക്ഷെ ഈ വീഡിയോ ആരെങ്കിലും കണ്ടുണ്ടോന്ന് അറിയില്ല, നമുക്ക് ഈ വീഡിയോ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. ഈ ഒരു ഗുളികന്റെ എന്താ സ്റ്റാറ്റസ്. പിന്നെ അതുപോലെ ഈ കുട്ടിച്ചാത്തങ്കാവ് കാവില് പോയിട്ടാണ് കൂടോത്രം ഇങ്ങനെ ചെയ്യുന്നത്, മാസത്തിലെ വീട്ടുകാർക്ക് ആൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ പ്രശ്നം കഴിഞ്ഞ പിറ്റേ ദിവസം ആ വ്യക്തി അങ്ങോട്ട് പിറ്റേ ദിവസമാണ് ഈ അമ്പലത്തിൽ പോയിട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുക. പിന്നെ മാർക്കോ സിനിമയുടെ വയലൻസ് അറിയാലോ, ഇട്ടിരിക്കണേന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒന്നും ഇടാത്തൊരു വ്യക്തി, ആളെ കുറെ സ്റ്റാറ്റസ്, ആര് ഫ്രണ്ട്സുകളോട് കറങ്ങുന്ന സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തി, പ്രശ്നം ഉണ്ടായി അന്ന് മുതൽ സ്റ്റാറ്റസ് ഇടുക. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അതിന്റെ ഇടയിലും നമ്മൾ അറിയാത്തതോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതോ നമുക്ക് അറിഞ്ഞുകൂടാത്തതോ നമുക്ക് ആരും പറഞ്ഞു തരാത്തതോ പല സത്യങ്ങളും ഈ ലോകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ അറിയാണ്ട് പോയ, അതായത് നമ്മളെ പൂർവികരിൽ നിന്നും മൺമറഞ്ഞു പോയ ഒരുപാട് സത്യങ്ങൾ ഈ ലോകത്ത് അവശേഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയോ എവിടെയൊക്കെ ചെറിയ ചീഞ്ഞു നാറ്റങ്ങളുണ്ട്. ഈ കൂടോത്രത്തിൽ എനിക്ക് അങ്ങ് 100% തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേസല്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ വന്ന് ഒരു വ്യക്തി ഈ കുഴിച്ചിട്ടിരുന്ന സാധനം എടുത്തിട്ട്, അതും ഏതോ ഒരു സ്ഥലത്തുള്ള ഒരു വ്യക്തി വന്ന് ഇതെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന സ്ഥലത്തെന്നാണ്, ഇന്ന പ്രശ്നത്താലാണ്, ഇന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇന്ന വ്യക്തി വച്ചതെന്ന്. അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ആൾ വന്നിട്ട് ഇന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു, ഇന്ന വ്യക്തിയാണ് വച്ചതെന്നും ഒക്കെ പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സാധനം ട്രിഗർ ചെയ്യും. മനസ്സിലായി? ആ ഒരു സാധനമാണ് എനിക്കും അന്ന് ആ സാധനം എടുത്ത സമയത്ത് ട്രിഗർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില സമയങ്ങളിൽ ഇതുപോലത്തെ കാര്യങ്ങളിൽ അറിയാണ്ട് വിശ്വസിച്ചു പോകും. അത് സ്വാഭാവികമാണ്. അത് നമുക്ക് ആരെയും തെറ്റ് പറയാൻ പറ്റത്തില്ല. ചില അനുഭവങ്ങളാണ്, സാഹചര്യങ്ങളാണ് മനുഷ്യന് പാഠമാകുന്നതെന്ന് നമ്മൾ പറയത്തില്ല. അതുപോലെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഇല്ലെങ്കിലും പക്ഷെ എന്തൊക്കെ എവിടെ ഒരു ഫീൽ, ഒരു എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എന്തായാലും ഈ കൂടോത്രവുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അന്ന് മുതൽ ഇങ്ങനെ ഓരോന്നിടുക. എന്റെ കൂടപ്പുറപ്പിനോട് പറഞ്ഞിട്ടുണ്ട് അവന്റെ വയലൻസ് എന്താന്ന്. അവന്റെ കൂടപ്പുറപ്പോളോട് അവന്റെ വീട്ടുകാരോട് ചെയ്യുന്ന കൂടോത്രങ്ങളെ കണക്കും സ്റ്റാറ്റസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതും പറഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ പോയപ്പോ ഇവന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇവനായിട്ട് പ്രശ്നമായിട്ട് ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ടൈമിൽ പ്രശ്നമായ ടൈമിൽ ഇവന്റെ സ്റ്റാറ്റസ് അയക്കാൻ പറ്റാതെ ഞാനും ബ്ലോക്ക് ചെയ്തു, അവന്റെ അമ്മയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കാണാൻ വയ്യ. ഞങ്ങൾ രാത്രി വർക്കിന് പോകുന്ന ആൾക്കാരാണ്. എനിക്കിത് കാണുമ്പോൾ ഓരോ വണ്ടികൾ മുന്നിൽ വരുമ്പോൾ എനിക്ക് ടെൻഷൻ വരും. എനിക്ക് ചെറിയ മോളുണ്ട്, ആ മോളെ ഞാൻ വീട്ടിലാക്കിയിട്ട് പോകണം. എനിക്കിത് കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. എനിക്ക് ഇങ്ങനത്തെ പേടിയാ. കാരണം എനിക്ക് എന്റെ കുടുംബമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ എന്താ വേണ്ടാത്ത ഇടപെടാത്തൊരു വ്യക്തിയാണ്. ഈ കൂടോത്രം അതും ഇതൊക്കെ ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവന്മാരെ സത്യം പറഞ്ഞ് കാവാലം നോക്കി പിടിക്കേണ്ട സമയം കഴിഞ്ഞെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനത്തെ നാറേ പരിപാടി ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേർക്ക് അടിച്ച് തീർക്കണോടെ. അല്ലാണ്ട് ഇമാതിരി നാറേ പരിപാടിയല്ല ചെയ്യേണ്ടത്. അടിയിൽ കൂടിയുള്ള ഒരു മറ്റേ അടുത്ത പരിപാടി എന്തിനാണ് ഇതൊക്കെ? അല്ലെങ്കിൽ തന്നെ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നാറിയ പരിപാടിയാണ്. അത് ഒരിക്കലും അംഗീകരിച്ച് തരാൻ പറ്റുന്ന പരിപാടിയല്ല. ഇതൊക്കെ ഒരുമാതിരത്തെ മറ്റേ അടുത്തതിന്റെ അടുത്ത പേരിലെ ഡയലോഗ് സാധനങ്ങളാണ് അടിച്ചു വെച്ചു. എന്റെ കൂടെ ഉറപ്പല്ലേ വെച്ചാൽ ഞാൻ വന്ന് പെട്ടു കേസാ. ഇങ്ങനെ ടെൻഷൻ അടിച്ച് 2 സൂചി. ഞാൻ എന്റെ ഈ ഒരു മാസം എന്റെ കഴിഞ്ഞ ഒരു മാസത്തെ വീഡിയോ നോക്കി അറിയാം. ഞാൻ വീഡിയോ ഇട്ടില്ല എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടാൻ പറ്റില്ല. എന്റെ മൈൻഡ് ഓക്കെ അല്ല. എന്നെ തളർത്തിക്കൊണ്ടിരിക്കും. ഓരോ സ്റ്റാറ്റസ് ഇട്ടിട്ട് എന്നെ കൊല്ലുന്നു, എന്റെ ഭർത്താവ് കൊല്ലുന്നു പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ എനിക്ക് എന്റെ പേടിയില് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ആ ഒരൊറ്റ ടെൻഷനാണ് ഞാൻ ആ വ്യക്തിന്റെ ബ്ലോക്ക് ആക്കി. ഞാൻ എന്റെ കൂടെ പുറപ്പിന്റെ ബ്ലോക്ക് ആക്കില്ല, ആ വ്യക്തി ഞാൻ ബ്ലോക്ക് ആക്കി. എനിക്ക് ആ വ്യക്തിയെ ഒന്നും കാണുന്നുണ്ടല്ലോ. ആ കാണുമ്പോഴല്ലേ ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ആ ബ്ലോക്ക് ആക്കി ഞാൻ മോട് പറഞ്ഞിട്ടുമ്പോൾ ഞാൻ ബ്ലോക്ക് ആക്കാണ്. എനിക്കിത് കാണാൻ വയ്യ, എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് ടെൻഷനായിട്ട് ഞാൻ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കിയതാണ്. നമ്മുടെ നേരെ ഒരുത്തൻ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിന്ന് പോരാടാം. നമ്മുടെ അവസാനം വരെ നമുക്ക് നിന്ന് പോരാടാം. നമുക്ക് എന്തും ചെയ്യാം. നമ്മളാൽ കഴിയുന്ന എന്തും നമുക്ക് ചെയ്യാൻ പറ്റും.
പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ അടിയിൽ കൂടി ഒരുത്തം നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുത്തി നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അറിയത്തില്ല, നമ്മൾ പോലും അറിയാതെ നമ്മൾ നശിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. ആ ഒരു സംഭവമാണ്, ആ ഒരു കോൺസെപ്റ്റാണ് ഈ കൂടോത്രം എന്ന് പറയുന്ന സാധനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള. എനിക്ക് ഇപ്പോഴും ഇതിലൊരു 100% വിശ്വാസമൊന്നുമില്ല. പക്ഷെ എവിടേക്ക് എന്തൊക്കെ ചീഞ്ഞു നാറുന്ന ഒരു സാധനമാണ് കൂടോത്രം എന്ന് പറയുന്ന സാധനം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കൂടോത്രം വയ്ക്കുന്ന നാറുകളെടുത്താണ് എനിക്ക് പറയാനുള്ളത്. എടാ നിനക്കൊക്കെ ചങ്കൂറ്റുണ്ടെങ്കിൽ നേർക്ക് നേരെ തീർക്കട്ടെ, അല്ലാണ്ട് ഇമ്മാതിരി നാറി പരിപാടി അടിയിൽ കൂടി കാണിച്ചല്ല തീർക്കേണ്ട കേട്ടാ. എന്തായാലും പൊന്നൂസ് പറ. അവര് പാരച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പാരച്ചല്ല, ഏതൊരു കൂടെ പറഞ്ഞാലും പറയുന്ന കേസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എത്ര ദിവസം ഞാൻ പറഞ്ഞു കുഞ്ഞെ നീ ആദ്യം സംസാരം നിർത്താൻ പറഞ്ഞു. അപ്പൊ അവള് എന്താ പറഞ്ഞു, ഞാൻ എന്റെ അക്കനോടല്ലേ വിളിക്കുന്നത്, എന്റെ ഇഷ്ടമാണ്, എന്റെ അക്കനോട് എന്ത് പറയണമെന്നുള്ള എന്റെ ഇഷ്ടമാണ്, അത് ഇടപെടണ്ടെന്ന് പറയുന്നത്. നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ ഫോണിലാണ്. അവളെ ഇഷ്ടം പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ ഫോണിലാണ് എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു എന്ന് തന്നെ പറയും. എനിക്ക് ദേഷ്യം ഞാൻ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. അപ്പൊ എന്താ പറഞ്ഞു, ഇപ്പൊ അവള് പറഞ്ഞു അച്ഛനോട് എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞു കുഞ്ഞൻ ഈ കാറിൽ ഇരുന്നിട്ട് നിനക്ക് എന്നെ കളിയാക്കാൻ പറ്റില്ല, എന്റെ കാറാണ്, ഞങ്ങളെ കളിയാക്കാൻ പറ്റില്ല, ഈ കാറിൽ നിന്നിട്ട് ഞങ്ങളെ കളിയാക്കാൻ പറ്റില്ല, എന്റെ കാറിൽ നിന്നിട്ട് എന്നെ ഇന്ന് പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ലാതെ അവൾ ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. അവള് സമാധാനത്തോട് എന്റെ വീട്ടിൽ ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ അവൾ ഇറങ്ങിയിട്ടുള്ളത്, അല്ലാതെ അവളെ ഞാൻ വഴിയിൽ ഇറക്കി വിട്ടിട്ടില്ല. എന്റെ പൊന്നു മക്കളെ, ഞാനൊരു കാര്യം പറയാം. എന്റെ കറി, എന്റെ ഫോണ്, എന്റെ നിക്കർ എന്ന് പറയുന്ന ഈ തീം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നിങ്ങൾ സഹോദരങ്ങളാണ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ വണ്ടി നമ്മുടെ കിണ്ടി എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. എൻ്റെ വണ്ടി എൻ്റെ സഹോദരനെ എടുക്കാം, സഹോദരൻ്റെ വണ്ടി എനിക്ക് എടുക്കുക എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാനൊക്കെ പോകുന്നത്. അല്ലാണ്ട് എന്തുവാടേ വണ്ടി കയറി കിണ്ടി കയറി ഫോൺ എടുത്ത് അതെടുത്ത് എന്തുവാടാ. നമ്മൾ 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ സഹോദരനായിട്ടൊക്കെ അഴിയും വഴക്കൊക്കെ കൂടാറുണ്ട്. ആ ഒരു തീമാണ് എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പ്രായമായിട്ട് നിങ്ങളുടെ രീതിയിലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. വളരെ ചീപ്പായിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ പൊന്നൂസ എന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്, നാട്ടുകാർക്ക് ഇട്ട് ചിരിക്കാനുള്ള വകുപ്പുണ്ടായി കൊടുക്കല്ലേ പൊന്നൂസ. നാണക്കേടാ, ഉള്ള കാര്യം പറ, നാണക്കേടാ. ബാക്കി ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കുഞ്ഞെ എനിക്ക് ഫോൺ തരണം, എനിക്ക് തിരിച്ച് ഫോൺ തരണം. എന്നെ ഇഷ്ടമല്ല, എന്നെ കലായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇതിന് ഫോൺ കൊടുക്കണം. എന്റെ വർക്കിന്റെ ഫോൺ നാശമായിട്ട് പോലും ഞങ്ങൾ അത് 10 മിനിറ്റ് കുത്തിയിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്തു. ഞങ്ങൾ പുതിയ ഫോൺ മേടിച്ചിട്ട് പോലും ഞങ്ങൾ ആ ഫോൺ മാറ്റാതെ എവിടെയും യൂസ് ചെയ്തോണ്ടിരിക്കല്ലേ എന്ന് ചോദിക്കാതെ ഞങ്ങൾ നാശമായ ഫോൺ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. ആ കൂടെ പുറപ്പെ വെച്ചിട്ട് ഞാൻ വിട്ടുകള ദിവസം അതിനൊന്നും ഞാൻ ഇപ്പൊ കണക്ക് പറയല്ല. അത് എനിക്ക് അവൾ എത്ര നാൾ യൂസ് ചെയ്താൽ ആ ഫോൺ അവൾ എടുത്താലും എനിക്ക് വിഷയമുള്ള ദിവസമല്ല. അപ്പൊ ആ ദിവസത്തെ ഞാൻ ചോദിച്ചു, ആ ഫോൺ അങ്ങനെ മേടിച്ചതാണ് ഉണ്ടായത്, അല്ലാതെ ആ വെള്ളം ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോ കഴിഞ്ഞ ടൈമില് നമ്മൾ സംസാരിക്കാൻ പോയപ്പോ അവള് ഞങ്ങളെ വണ്ടിയിൽ തന്നെയാണ് കയറിയത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകാറില്ല അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകാറില്ല എന്ന് പറഞ്ഞുള്ള മറുപടി തരുന്നത്. എങ്ങോട്ട് കൊണ്ടുവച്ച് പറഞ്ഞാലും അമ്മയച്ഛനും. എന്റെ പൊന്നൂസേ, എനിക്ക് സത്യം പറഞ്ഞത് നിങ്ങളെ ഈ കുടുംബ പ്രശ്നം കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ നിന്ന് ഒരെണ്ണം വീഡിയോ ഇടും, അവിടെ നിന്ന് അപ്പുറത്ത് ഒരെണ്ണം വീഡിയോ ഇടും, ഇവിടെ നിന്ന് ഇപ്പുറത്ത് ഒരെണ്ണം വീഡിയോ ഇടും. നാളെ നിങ്ങളെല്ലാം കൂടി ഒന്നിക്കുന്ന ഒരു സമയം വരും, ഉറപ്പാ, കൺഫേം 100%. ആ സമയത്ത് ഇതെല്ലാം കൂടി നാട്ടുകാർക്ക് ചിരിക്കാനുള്ള ഒരു വകുപ്പാണ് നിങ്ങൾ എല്ലാവരും കൂടി ഒന്നൊന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ അപ്പുറം നിങ്ങൾ വേറെ ഒന്നും കാണിച്ചു വെച്ചിട്ടില്ല. ചിരിക്കാനുള്ള വകുപ്പ് നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നാണക്കെട്ട പരിപാടിയാണ്. കുടുംബത്തിൻ്റെ അകത്ത് തീരേണ്ട പ്രശ്നം കുടുംബത്തിൻ്റെ അകത്ത് തന്നെ തീരണം. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ തീരണം. അല്ല നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വകുപ്പ് ഇട്ട് കൊടുക്കല്ലേ. എല്ലാ വീടുകളിലും പ്രശ്നമുണ്ട്. അങ്ങനെ പ്രശ്നമില്ലാത്ത 100ൽ 100 പറയാൻ പറ്റിയ ഒരു കുടുംബം ഈ ലോകത്തിൽ എല്ലാ വീടുകളിലും വഴക്കും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളെ വഴക്കും കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മാറും, നമ്മൾ വീണ്ടും ഒന്നിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴക്കുണ്ടാകുന്ന സമയത്ത് നാട്ടുകാർക്ക് ചിരിക്കാനായിട്ട് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം. പൊന്നൂസിന്റെ ഈ വീഡിയോ, നന്ദനയുടെ അപ്പുറത്ത് ആ വീഡിയോ, അമ്മയും അച്ഛൻ്റെ ഇപ്പുറത്ത് ഈ വീഡിയോ, എന്തായാലും നോക്കാം അമ്മയും അച്ഛൻ്റെ വീഡിയോ. ഇപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യം കേക്കിന്റെ കാര്യം പൊന്നിന്റെ മുറുക്കി കേക്ക് തരുമ്പോൾ ഒപ്പം അവർ ആ കേക്ക് ഞങ്ങൾക്ക് തന്നോളൂ. ഞങ്ങളായിട്ട് അവരോട് ചോദിച്ചിട്ടില്ല. മേജരായ കുട്ടികൾക്ക് എൻഗേജ്മെന്റ് ഉറച്ചു. അപ്പൊ അവര് മെസ്സേജ് അയച്ചിട്ട് അവര് ചോദിച്ചതാണ്. ഞങ്ങളായിട്ട് ഞങ്ങൾ അവരുടെ ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ള കേസുകളല്ല. ഇതൊക്കെ അവർക്ക് അറിയാം, മനസ്സിലായി. ഞങ്ങൾ ഒരാളും പിന്നെ ഇവർക്ക് ഈ ക്യാമറമാൻ കണ്ണദാസ് അവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഞാൻ രൂപ അവരോടും ആരോടും ഞാൻ ഡ്രസ്സ് അടിക്കാൻ ഒരുപാട് അവിടെ പൊന്നൂസ് വീഡിയോ ഇടുന്നു, ഇവിടെ അമ്മയച്ഛനും വീഡിയോ ഇടുന്നു, അപ്പുറത്ത് നന്ദനക്കുട്ടി വീഡിയോ ഇടുന്നു. 3 പേരും 3 ചാനലിലിരുന്ന് 3 ടീമായിട്ടിരുന്ന് വീഡിയോ എടുക്കുകയാണ്. സത്യം പറയാലോ നാറ്റ കേസാണ്. നാറ്റ കേസെന്ന് വെച്ചാൽ 100ക്ക് 110% ഞാൻ എഴുതി തരാം. നാറ്റ കേസാണ്. പിന്നെ കൂടോത്രം. ഈ നാറിയ പരിപാടി ചെയ്യുന്നവർക്കെതിരെ ഒരു നിയമ നടപടി ഇവിടെ വരണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ അതിനൊരു നിയമ നടപടി വരണം. ഇടയ്ക്കൊരു മന്ത്രിയുടെ വീട്ടിൽ വന്ന കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ന്യൂസിലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ വീട്ടിലെടുത്ത കൂടോത്രം വെച്ച് ഞാൻ തെളിവില്ലേ.
ഇവന്മാരെ ആ സമയത്താണ് കയറി ഒന്ന് കുഴിച്ചിട്ടിട്ട് പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് തെളിവില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വന്ന് എടുക്കുന്ന ആള് ഇത് ഏവനാണ് വെച്ചത്, എന്താണ്, എവിടെ നിന്നാണ്, എന്തിനാണ് വെച്ചതെന്ന് പറഞ്ഞു തരും. അതെന്ത് ശക്തിയാണ്, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇതിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയെങ്കിൽ ഉറപ്പായിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യും, എനിക്കൊന്ന് പറഞ്ഞതാ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് പറ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.